ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് നമ്മുടെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയാണ് നമ്മുടെ വീഡിയോ എന്തുവാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഡോഗിനെയൊക്കെ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ ഇവർക്ക് ലൈസൻസ് എടുക്കേണ്ടത് നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് സിറ്റിസൺ സർവീസ് പോർട്ടലിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പേരും ആധാർ നമ്പറും മൊബൈൽ നമ്പറും ആ ക്യാപ്ച 6 ഡിജിറ്റ് നമ്പറും അടിച്ച് നമ്മളൊരു ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതാണ്. അക്കൗണ്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പബ്ലിക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ കളറിൽ അത് സെറ്റ് ഓക്കെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാനാണെങ്കിൽ ഇതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിലും ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് സൈറ്റിൽ പോകാം. അവിടെ നമുക്ക് ലാംഗ്വേജ് മാറ്റാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അവരൊരു ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക. നമ്മൾ മുമ്പേ രജിസ്റ്റർ ചെയ്തത് വെച്ചിട്ട് നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്ത് പുതിയൊരു പാസ്വേഡ്, നമുക്ക് ഓൾറെഡി ഉള്ള പാസ്വേഡ് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്നതാണ്. അതടിച്ചിട്ട് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതൊന്ന് കൺഫേം ചെയ്തിട്ട് ചേഞ്ച് പാസ്വേഡ് കൊടുക്കുക. നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ അടിച്ച ആ ഇമെയിൽ ഐഡിയും ആ പുതിയ പാസ്വേഡും ആ താഴെ കാണിച്ചിരിക്കുന്ന ക്യാപ്ചയും അടിച്ചാൽ നമുക്ക് സൈറ്റിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക. കാരണം നാട്ടുകാർ നല്ലതാണെങ്കിൽ അവർ പോയി എന്തെങ്കിലും കേസ് കൊടുത്താൽ നമ്മളും പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കുക. ഇപ്പോൾ ഒരു 15 രൂപയുടെ കാര്യമേ ഉള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടിക്കാനുള്ളതാണ്. നമ്മുടെ അഡ്രസ്സും നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ജസ്റ്റ് അവിടെ നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഫോണിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഫോണിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അവിടെ സെറ്റാക്കി അപ്ലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അവിടെ ഞാൻ എൻ്റെ വീട്ടുപേര് കൊടുത്തു, ലോക്കൽ പ്ലേസ് കൊടുത്തു, മെയിൻ പ്ലേസ്. ജസ്റ്റ് ഇതിനകത്ത് ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിളാണ്. നമുക്ക് ആധാറും പിന്നെ നമ്മുടെ വീട്ടു നമ്പർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഡോഗിൻ്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാനുള്ളതേ ഉള്ളൂ ഈ കാര്യം. അപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇത് ഇനി നിയമമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വെറുതെ പണി വാങ്ങിച്ച് വെക്കുന്നതിലും നല്ലതല്ലേ. 15 ഒരു പക്ഷേ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിന് 50 രൂപ വെച്ച് വരെ ഫൈൻ വരുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ എടുക്കുക. ജസ്റ്റ് 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ഒന്നുമില്ലേ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗത്തിന് വേണ്ടിയല്ലേ. അപ്പം പിന്നെ ഒരു ഉപേക്ഷ വിചാരിക്കാതെ ചെയ്യാം. അപ്പം നമുക്ക് അടുത്തത് നമുക്ക് ബേസിക് ഡീറ്റെയിൽസ് ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ വീട്ടുപേരും നമ്മുടെ ജെൻഡർ, റിലീജിയന്, അടുത്ത ഫാദേഴ്സ് നെയിം, അടുത്ത മദർ നെയിം കൊടുക്കണം. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്, മൊബൈൽ നമ്പർ, ലാൻഡ് ലൈൻ നമ്പർ, ഇമെയിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അത് കുറേ നാൾക്ക് ശേഷമാണ് ഈ വീഡിയോ വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എൻജിനീയറിംഗ് കഴിഞ്ഞ് അടുത്ത പരിപാടി എന്തെന്നുള്ള തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ ഇടാൻ വിട്ടുപോയതാണ്. ഇനിയും തൊട്ട് നമ്മൾ വീഡിയോ സെറ്റ് അടിപൊളിയായിട്ട് നമ്മൾ നേരത്തെ ഇട്ട പോലെ തന്നെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ നിങ്ങളുടെ പഴയ പോലത്തെ സപ്പോർട്ട് വേണം. അത് വീട്ടിലല്ല ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വെളിയിൽ അനാവശ്യമായ സൗണ്ടുകൾ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മളിതൊക്കെ പരിഹരിക്കുന്നതാണ്. അപ്പുറത്തെ വീട്ടിൽ ഏതോ കൊച്ചു കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പറയാൻ പറ്റുമോ, കരയുണ്ടാകും. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത ഇനി പെർമനൻറ്റ് അഡ്രസ്സ്. നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് തന്നെ ഇപ്പോഴത്തെ പ്രസൻറ്റ് അഡ്രസ്സെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്താൽ മതി. അത് തന്നെ ഇവിടെ ഓട്ടോ ഫിൽ ആകുന്നതാണ്. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് സേവ് ചെയ്യുക. പിന്നെ നമ്മൾ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്, അവിടെ നമ്മൾ മുമ്പ് ആധാർ കൊടുത്താൽ നമ്മൾ ഇതിനകത്ത് കയറിയത്. അപ്പോൾ ഓൾറെഡി അവിടെ ആധാർ വന്നിട്ടുണ്ട്. അത് നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ചാൽ മതി. അടുത്തതായിട്ട് നമ്മൾ ഇത് തീർച്ചയായിട്ടും കൊടുക്കണം. അവിടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്, ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം ബാങ്കിൻ്റെ പാസ്ബുക്ക്, നമ്മുടെ ആരാണോ ഓണറിൻ്റെ പേരിലൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് അടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ നോക്കുക. പാസ്ബുക്കിൽ അക്കൗണ്ട് നമ്പറും IFSC കോഡും IFSC കോഡ് അടിക്കുമ്പോൾ തന്നെ ഇവിടെ ബാങ്കിൻ്റെ നെയിം തന്നെ വരുന്നതാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് സേവ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അത് ജസ്റ്റ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. അതെന്തെങ്കിലും കൊടുക്കാതെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നുന്നത് കൊടുക്കുക. അനുയോജ്യമായി തോന്നില്ല, നിങ്ങൾ എന്താണ് പഠിച്ചാൽ അത് കൊടുക്കുക. അത് കഴിഞ്ഞ് ആ സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത് നമ്മൾ അതർ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്യണം. ജസ്റ്റ് ഡോഗൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഡോഗൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പിഗ് ആൻഡ് ഡോഗ് ലൈസൻസ് എന്ന് പറഞ്ഞ് വരും. അവിടെ നമുക്ക് ലൈസൻസ് ആൻഡ് പെർമിഷന് പിഗ് ആൻഡ് ഡോഗ് അവിടെ തന്നെ കിടപ്പുണ്ട്. ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ആലപ്പുഴ ഗ്രാമപഞ്ചായത്താണ്. അത് ഏത് ഗ്രാമപഞ്ചായത്താണെന്ന് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻഡിവിജ്വൽ, ഞാൻ എനിക്ക് വേണ്ടി, അല്ലാതെ നമ്മൾ കോർപ്പറേഷൻ അല്ല ഇൻഡിവിജ്വലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് അവിടെ ആധാർ നമ്പർ അവിടെ തന്നെ വന്നിട്ടുണ്ട്. മുമ്പ് ഇതുപോലെ അഡ്രസ്സ്
അവിടെ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്ത അഡ്രസ്സ് ഉണ്ട്, അവിടെ നമ്മൾ മുമ്പേ അടിച്ചു കൊടുത്തതാണ്. അപ്പോൾ നമ്മളത് ടിക്ക് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി വരും. അതിപ്പോൾ സേവ് ചെയ്യുക. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. അടുത്തത് ഇച്ചിരി ടാസ്ക്കാണ്. ഇതിൻ്റെ ഫോർമാറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻ്റായിട്ടോ കൊടുത്തേക്കാം. ഇത് ഒന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമുക്കിത് വേർഡ് പോലൊരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഫുള്ള് ഫോമിൽ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങൾ മൊത്തം ഇവിടെ ടൈപ്പ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്കപ്പം അതൊന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ മാറ്റിയാൽ മതി. ഈ ഓണർ നെയിം ജസ്റ്റ് ഹരീഷ് എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങളുടെ പേര് അങ്ങനെ എഡിറ്റ് ചെയ്യാവുന്ന പോലെ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ഫോം കിട്ടും, ആ ഫോം വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഡോഗിൻ്റെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പഞ്ചായത്തിൽ പോയിട്ട് ഒരു 25 സംതിങ് റുപ്പീസാണെന്ന് തോന്നുന്നു, അത്ര അടച്ചാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. അതാ നിങ്ങൾക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പോകാൻ പറ്റുന്ന സൗകര്യമുള്ളവർ അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പം ഒന്നുകൂടി നമുക്ക് ഒന്നും നോക്കണ്ട, നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അപ്പോൾ നമുക്ക് ഫോണിൽ നോക്കി അറിയാൻ പറ്റും. അതായിരിക്കും നിങ്ങളുടെ ഇഷ്ടം ഏതാ വെച്ചാൽ അത് ചെയ്യാം. എന്തായാലും മറ്റേ ഫോം നിർബന്ധം, അല്ലാതെ ചെയ്യുമ്പോൾ ഫോം ഫില്ല് ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഫോം ഫില്ല് ചെയ്ത് സ്റ്റാമ്പ് ഒട്ടിച്ച് നമ്മളത് കുറേ ഓടേണ്ടി വരും. ഇതാകുമ്പോൾ ജസ്റ്റ് സ്റ്റാമ്പിൻ്റെ പൈസയും ഈ ഫോം ഇങ്ങനെ ഫില്ല് ചെയ്താൽ പണി എങ്ങും കഴിയും. ഇതാ ഒന്നുകൂടെ എളുപ്പം തോന്നുന്നു. വീട്ടിലൊന്നും ഇല്ലാത്തവർക്ക് ഇതായിരിക്കും നല്ലത്. അപ്പം നമ്മളത് ആ ഡോഗിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഇത് നോക്കി എഡിറ്റ് ചെയ്യേണ്ടവർക്ക് ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ നമ്മുടെ ഹാർലി ലാബുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അവൻ്റെ വീഡിയോസ് ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് ഇനി യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അതിനും വേണം. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ടോട്ടൽ റവന്യൂ ആരും പറയാത്തതാണ്, ഞാൻ പറയാം. എൻ്റെ ടോട്ടൽ റവന്യൂ 4 വർഷമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. നമ്മുടെ ചാനലിൻ്റെ ടോട്ടൽ റവന്യൂ ഇപ്പോൾ ഏതാണ്ട് ഒരു $75 സംതിങ് ആയിട്ടുള്ളൂ. അത് ആദ്യത്തെ ഒരു ഫ്ലോയ്ക്ക് 2-3 വർഷം കണ്ടിന്യൂസ് വീഡിയോ ഇട്ട്, പിന്നെ ഇടയ്ക്ക് വീഡിയോ ഇട്ടില്ല. അങ്ങനെ ആ നേരത്തെ ഇട്ട വീഡിയോ ഒക്കെ ക്ലിക്കായി തുടങ്ങിയപ്പോൾ കയറിയതാണ് അത്രയും റവന്യൂ. ഇപ്പം നമുക്ക് $75 സംതിങ് ഉണ്ട്. അപ്പം 100 ആയാലേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിങ്ങനെ ഇരിക്കുന്നു. ഇപ്പം ഡോളറിനാണെങ്കിൽ പഴയ പോലെ അല്ല, 73 രൂപയിൽ നിന്ന് 80 രൂപ ആയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റിൽ പ്ലേസ്, ഡേറ്റ്, പിന്നെ സിഗ്നേച്ചർ നമുക്ക് അതിൽ ജസ്റ്റ് പേര് കൊടുത്താൽ മതി. സൈൻ ചെയ്യാൻ നമുക്കിപ്പോൾ യാതൊരു നിർവാഹം ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ സിഗ്നേച്ചറിൻ്റെ അവിടെ നമ്മുടെ ഫുൾ നെയിം അടിച്ചിട്ട് സെറ്റാക്കി കൊടുത്ത് ഇത് ഇങ്ങനെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അണ്ടർ പ്രോസസ്സിലാണ് കിടക്കുന്നത്. ഈ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ നോക്കി, വീഡിയോ ചെയ്യുമ്പോഴും അത് സെറ്റായിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റോട് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചായിരുന്നു ലേറ്റാക്കിയത്. പക്ഷേ നമുക്കതിപ്പോൾ അണ്ടർ പ്രോസസ്സിലാണ്. 3 ദിവസമായി. അത് കഴിഞ്ഞ് ഈ അടുത്ത പേജ് ഡോക്യുമെൻറ്റ്സ് ടു ബി എൻക്ലോസ്ഡ്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഡോഗിൻ്റെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ വാക്സിൻ സർട്ടിഫിക്കറ്റ് മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ചത്, വാക്സിൻ്റെ സ്റ്റിക്കർ ഇളക്കിയിട്ട് ഒരു പേപ്പറിൽ ഒട്ടിച്ചിരുന്നൊരു പരിപാടിയില്ലേ, ആ സ്റ്റിക്കർ ഒട്ടിച്ചത് ഇതിപ്പോൾ നേരത്തെ ഇവിടെ ഒരെണ്ണം അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഡോഗിൻ്റെ ഡീറ്റെയിൽസും അങ്ങനെയൊക്കെ ആയിരുന്നു, അതായിരുന്നു ഒരെണ്ണം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ വാക്സിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള പേജായിരുന്നു. ഇതിപ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന രണ്ടും കൂടെ ഒരു പേജിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടാണ്. അപ്പോൾ ഞാനത് മൊത്തത്തിൽ സ്കാൻ ചെയ്ത് രണ്ടിനും ഒരു സാധനം തന്നെ അപ്ലോഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ ആളിലേക്ക് ഇനിയും അടുത്ത വർഷമേ ഉള്ളൂ വാക്സിൻ. അതുകൊണ്ട് ഈ വർഷത്തെ വാക്സിൻ എല്ലാം കംപ്ലീറ്റ് ആയതാണ്. അല്ലാണ്ട് ഒരു സൈഡിലാണെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ്, ഡോഗിൻ്റെ ഡീറ്റെയിൽസും അവൻ്റെ കാര്യങ്ങളും ഒക്കെ, ഇപ്പുറത്തെ സൈഡിൽ തന്നെയാണ് അവൻ്റെ വാക്സിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ രണ്ടിനും ഒരേ സാധനം തന്നെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. കേട്ടോ, ഇപ്പുറത്ത് ഇതും അപ്പുറത്ത് അവൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. ഇപ്പോൾ രണ്ടിനും ഒന്നാണ് അപ്ലോഡ് ചെയ്തത്. ഇത് കുഴപ്പമില്ലായിരിക്കും, അല്ലെങ്കിൽ ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കണമായിരുന്നു. അതുകൊണ്ട് അത് അവർക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ നമ്മളത് രണ്ടും അറ്റാച്ച് ചെയ്തു. 1 MB കൂടാൻ പാടില്ല കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ഇത്. അത് കഴിഞ്ഞ് നമ്മൾ പൈസ അടയ്ക്കേണ്ടതിനായിട്ട് വന്ന് നെക്സ്റ്റ് അടിക്കുക. നമ്മൾ ഇത്രയും നേരം കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. അത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് എടുക്കുക. നമ്മൾ താഴെ ഒരു ഐ അണ്ടർസ്റ്റാൻഡ് എനേബിൾ ചെയ്യാനൊന്ന് വിട്ടുപോയി, അതാണ് അവിടെ നെക്സ്റ്റ് വരാൻ. അപ്പോൾ ആ ക്യാപ്ചയും കൂടെ അടിച്ചിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക.
അടുത്തത് നമ്മളിനി പേയ്മെൻ്റ് ആണ്. 5 രൂപ 10 രൂപ ടോട്ടൽ 15 രൂപ. അവിടെ പേ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ UPI-യോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ എന്ത് വഴിയിലും ഉണ്ട്. അവിടെ നമ്മുടെ UPI ID കൊടുക്കുക. തെറ്റി കറക്റ്റ് ഒരു 0 മറന്നു. അതപ്പോൾ നമ്മൾ കൊടുത്തു. ഞാനിപ്പോൾ UPI ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ UPI ആപ്പിൽ ഇതിൻ്റെ റിക്വസ്റ്റ് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ പറഞ്ഞ പോലെ നാളെയാണ് നമ്മുടെ ISL തുടങ്ങുന്നത്. നമ്മുടെ ISL ഫ്രീ ആയിട്ട് എങ്ങനെ കാണാമെന്നുള്ള വീഡിയോ ഇതിൻ്റെ പുറകിനോ അല്ലെങ്കിൽ ഇതിന് മുമ്പിട്ടോ വരുന്നതായിരിക്കും. ഇത് ആദ്യം വരുന്നതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. രണ്ടും ഇടാൻ പറ്റിയ ഒരുമിച്ചിടും. അപ്പോൾ ISL തുടങ്ങുവാണ്. അപ്പം പിന്നെയും എന്തുവാ പറയുക, പിന്നെയും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ എറണാകുളത്തുണ്ട്. കളി കാണാൻ പറ്റിയ നമ്മൾ അവിടെ പോയി ലൈവ് ഇടാൻ നോക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, എങ്ങനെ ഫ്രീ ആയിട്ട് കാണാമെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എല്ലാ വർഷവും ഇടുന്നതാണ്. എപ്പോഴും ക്ലിക്ക് ആവുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ISL ഫ്രീ ആയിട്ട് എങ്ങനെ കാണാമെന്നുള്ളൊരു വീഡിയോ. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സെറ്റായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അവിടെ 15 രൂപ അതൊന്ന് എടുത്ത് വെച്ചേക്കുക. നമുക്കിപ്പോൾ നോക്കാം. നമ്മുടെ ഇവിടെ അണ്ടർ പ്രോസസ്സിംഗ് ആണ് നമ്മുടെ ആപ്ലിക്കേഷന്. നമ്മളപ്പോൾ ലോഗിൻ ചെയ്ത് ഇവിടെ ഒന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ അവൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ സെറ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കെങ്കിലും പെറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ഇത് ലൈസൻസ് പോയി എടുക്കട്ടെ, എടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതുവരെ ഇറ്റ്സ് മീ ഹരികൃഷ്ണൻ സൈനിങ് ഓഫ്.